ഓക്കെ, നമുക്ക് സെക്കൻഡ് യൂണിറ്റിലെ മോഡുലേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്സ് ആണ് ഇന്ന് കവർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ മോഡുലേഷൻ എന്ന് പറയുന്നത് എന്താണ്, വാട്ട് ഈസ് മെൻ ബൈ മോഡുലേഷൻ, പിന്നെന്താ നീഡ് ഫോർ മോഡുലേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡുലേഷൻ, നീഡ് ഫോർ മോഡുലേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡുലേഷൻ, ഇതൊക്കെയാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് മോഡുലേഷൻ എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ സബ്ജക്റ്റാണ് നമ്മൾ പഠിക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. സോ വാട്ട് ഈസ് മെൻ ബൈ കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ അല്ലേ. രണ്ട് പർട്ടിക്കുലർ ഡിസ്റ്റൻസിലിരിക്കുന്ന രണ്ട് വ്യക്തികളോ പോർഷൻസോ എന്തെങ്കിലും തമ്മിൽ എന്താണ്, എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ത്രൂ എ വയേർഡ് ഓർ വയേർഡ് മീഡിയ അല്ലെങ്കിൽ വയർലെസ്, ഏത് തരത്തിലുള്ളതാണെങ്കിലും അത് കമ്മ്യൂണിക്കേഷൻ ആണ്. എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഫ്രം ടു പാർട്സ് എ ആൻഡ് ബി അപ്പാർട്ട് ഈച്ച് അതർ അല്ലേ. എവിടെ വേണമെങ്കിലും ലോകത്തിന്റെ ഏത് കോണിലിരിക്കുന്ന ആളുകൾ തമ്മിലാണെങ്കിലും ഏതെങ്കിലും ഇത് തമ്മിലോ നമുക്ക് എന്താണ്, എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ വോയിസ് സിഗ്നലിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻസി എത്രയാണ്, 20 to 20 കിലോ ഹെർട്സ് ആണ്. 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ് നമ്മുടെ ഫ്രീക്വൻസി റേഞ്ച്, വോയിസ് സിഗ്നലിന്റെ ഫ്രീക്വൻസി റേഞ്ച്. അപ്പോൾ ഈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ലോ ഫ്രീക്വൻസി. ലോ ഫ്രീക്വൻസിക്ക് എനർജി കുറവായിരിക്കും. അപ്പൊ നമ്മൾ കുറച്ചു നേരം പോകുമ്പോഴത്തേക്കും ആ സിഗ്നൽ എന്താവും, ഫെയ്ഡ് ആവും അല്ലെ. അപ്പൊ നമുക്ക് ഒരുപാട് ദൂരത്തേക്ക് ഈ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ എന്തായാലും അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ക്ലാസ്സുകളിൽ ഇരിക്കുന്ന സമയത്താണെങ്കിലും ടീച്ചർ പറയുന്ന സൗണ്ട് എന്ന് പറയുന്നത് ഏറ്റവും ബാക്കിലിരിക്കുന്ന ആൾക്ക് കേൾക്കുന്ന മാതിരിയല്ല ഫ്രണ്ടിലിരിക്കുന്ന ആൾക്ക് അല്ലെ. അപ്പോൾ ആ അത്രയും ദൂരം ഈ സിഗ്നലിനെ അല്ലെങ്കിൽ ഈ സ്പീച്ച് സിഗ്നൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോഗ്രാം സിഗ്നലിനെ എത്ര ദൂരത്ത് വേണമെങ്കിലും സെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ നോർമൽ ഉള്ള ഫ്രീക്വൻസി റേഞ്ചിനെ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വേറൊരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ സിഗ്നലിന് ഇതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതെന്താവും, ഇതാണ് നമ്മുടെ വോയിസ് സിഗ്നൽ എങ്കിൽ അത് ട്രാവൽ ചെയ്ത് കുറച്ച് എത്തുമ്പോഴത്തേക്കും അതെന്തായി, സിഗ്നൽ കേൾക്കാതെ ആവും അല്ലേ. അപ്പൊ അത് നമുക്ക് പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഇതിനുള്ള വേറൊരു പ്രതിവിധി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറൊരു മാർഗം മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈ ഫ്രീക്വൻസി സിഗ്നൽസിന് നമ്മുടെ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസി സിഗ്നലാന്ന് പറഞ്ഞു, ഈ ഹൈ ഫ്രീക്വൻസി സിഗ്നൽസിന് കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ നമ്മൾ ഇവിടെ എന്താ വിളിക്കാന്നറിയോ, കാരിയർ സിഗ്നൽ എന്ന് വിളിക്കും. ഓക്കെ, നമ്മുടെ മെസ്സേജ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ലോ ഫ്രീക്വൻസി സിഗ്നലാണ്. ഈ ലോ ഫ്രീക്വൻസി സിഗ്നലിനെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഈ ലോ ഫ്രീക്വൻസി സിഗ്നൽസിനെ കാരിയർ ഫ്രീക്വൻസി സിഗ്നൽ, അതായത് ഹൈ ഫ്രീക്വൻസി സിഗ്നലുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, മോഡുലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതാണ് നമ്മുടെ മെസ്സേജ് സിഗ്നൽ അഥവാ മോഡുലേറ്റിംഗ് സിഗ്നൽ. മെസ്സേജ് സിഗ്നൽ ഓർ മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഈ സിഗ്നലിന്റെ ഫ്രീക്വൻസി വളരെ കുറവാണ്. ആ സിഗ്നൽസിന് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രൂ എ വയർലെസ് മീഡിയ അല്ലെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മെസ്സേജ് സിഗ്നലിനെ കാരിയർ സിഗ്നൽ ഓർ ഹൈ ഫ്രീക്വൻസി സിഗ്നലുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്ത്, അതായത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാരിയറിന് പേര് വരാൻ കാരണം, മെസ്സേജ് സിഗ്നലിനെ ക്യാരി ചെയ്യുന്നത് ഈ ഹൈ ഫ്രീക്വൻസി സിഗ്നലാണ്. അപ്പോൾ ആ സിഗ്നലിനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഈ മെസ്സേജ് സിഗ്നലും കാരിയർ സിഗ്നലും തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയണത്, മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഡുലേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് എന്താണ്, വാട്ട് ഈസ് ദ നീഡ് ഫോർ മോഡുലേഷൻ? നീഡ് ഫോർ മോഡുലേഷൻ അത് നമുക്ക് ആദ്യം പഠിക്കണം. കാരണം എന്തിനു വേണ്ടിയാണ് നമ്മൾ മോഡുലേഷൻ ചെയ്യുന്നത്? അതിൽ ഒരു കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, സിഗ്നൽസിന് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അല്ലെങ്കിൽ വേറെ സിഗ്നൽസുമായിട്ട്, എയറിലുള്ള വേറെ സിഗ്നൽസുമായിട്ട് ഇന്റർഫറൻസ് ഒക്കെ വരും. വേറെയുള്ള ഒരു പ്രാക്ടിക്കൽ ഡ്രോബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സിഗ്നലിന്റെ ട്രാൻസ്മിറ്റിംഗ് ആന്റിനയുടെ ഹൈറ്റ്,
അതായത് ട്രാൻസ്മിറ്റിംഗ് ആന്റിനയുടെ ഹൈറ്റ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ട്രാൻസ്മിറ്റിംഗ് ആന്റിനയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ആന്റിന വെച്ചാണല്ലോ നമ്മൾ സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വേവ് ലെങ്ത് ഓഫ് ദി ട്രാൻസ്മിറ്റഡ് സിഗ്നൽ. ആ സിഗ്നൽ ഏത് സിഗ്നലാണോ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആ സിഗ്നലിന്റെ വേവ് ലെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഈ ട്രാൻസ്മിറ്റിംഗ് ആന്റിനയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ട്രാൻസ്മിറ്റിംഗ് ആന്റിനയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിന്റെ വേവ് ലെങ്തിന് അഥവാ ലാംഡയ്ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നമുക്ക് എടുക്കാം, ഏകദേശം അതിന്റെ ഒരു പ്രൊപ്പോർഷണാലിറ്റി വരുന്ന എച്ച് ഇസ് ഈക്വൽ ടു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ λ/4 ആണ്. അതായിട്ട് എടുക്കാം. അപ്പോ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കൊരു 10 kHz സിഗ്നലിന്റെ 10 kHz സിഗ്നൽ ആണ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട സിഗ്നൽ എന്ന് വിചാരിക്കുക, ട്രാൻസ്മിറ്റഡ് സിഗ്നൽ എന്ന് വിചാരിക്കുക. അപ്പൊ ഈ സിഗ്നലിന്റെ ഇതാണ് ഫ്രീക്വൻസി അല്ലെ. ലാംഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, എന്താണ് ലാംഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്നലിന്റെ വേവ് ലെങ്ത് ആണ്. ഫ്രീക്വൻസിയും ലാംഡയൊക്കെ തമ്മിലുള്ള റിലേഷൻ അറിയാമോ? C ഇസ് ഈക്വൽ ടു എഫ് ലാംഡ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്, ഫിസിക്സിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. വേർ C is the velocity of light, F is the frequency of the signal, lambda is the എന്താണ് wavelength of the signal. ഓക്കെ, അപ്പൊ ഇപ്പൊ ഫ്രീക്വൻസി 10 kHz ആണെങ്കിൽ, അതായത് ഈ സിഗ്നലിനെയാണ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ലാംഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാന്ന് നോക്കിക്കേ. ലാംഡ ഇസ് ഈക്വൽ ടു എന്ത് വരും? C ഡിവൈഡഡ് ബൈ F. C എന്ന് പറഞ്ഞാൽ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്കറിയാം ലൈറ്റിന്റെ വെലോസിറ്റി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 10 kHz ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഏകദേശം 30,000 കിലോമീറ്റർ വരും. 30,000 വരും. ഓക്കെ, ഇനി ഈ കണ്ടീഷൻ വെച്ച് ട്രാൻസ്മിറ്റിംഗ് ആന്റിനയുടെ ഹൈറ്റ് λ/4 എന്നുള്ളതാണ് എന്ന് എടുക്കുകയാണെങ്കിൽ, ഈ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഹൈറ്റ് ഇസ് ഈക്വൽ ടു ദിസ് ബൈ 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? ഇത്രയും വരും. ഓക്കെ, ഇത്രയും മീറ്റർ. ഓക്കെ, അപ്പോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇത്രയും കിലോമീറ്റർ, ഇത്രയുള്ള പ്രാക്ടിക്കൽ ആന്റിനയുടെ ഹൈറ്റ് ഒന്ന് ആലോചിച്ചേ. 7500 മീറ്റർ എന്ന് പറഞ്ഞാൽ 7.5 കിലോമീറ്റർ. ഇത്രയും ഹൈറ്റ് ഉള്ള ആന്റിനയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആണ് അല്ലേ. അതേസമയം നമുക്ക് ഈ 10 kHz പകരം നമ്മളൊരു 10 MHz ആക്കി നോക്കിയേ. 10 MHz ആക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10 MHz ആണെന്ന് വിചാരിക്കുക. 10 MHz ആണെങ്കിൽ നമുക്കറിയാം C is equal to F lambda അല്ലെ. അപ്പൊ നേരത്തെ കണ്ടുപിടിച്ച ആ ഇക്വേഷനിൽ നമുക്ക് എന്ത് എഴുതാം? 3 × 10⁸. ലാംഡ ഇസ് ഈക്വൽ ടു 3 × 10⁸. ലാംഡ ഇസ് ഈക്വൽ ടു 3 × 10⁸ ഡിവൈഡഡ് ബൈ 10 MHz എന്ന് വരുമ്പോൾ ഇതിന്റെ വാല്യൂ എന്താണ്? വീണ്ടും നമുക്ക് കുറഞ്ഞ് കിട്ടും. ഓക്കെ, 10 MHz വരുമ്പോൾ നമുക്ക് ഹൈറ്റ് ഇസ് ഈക്വൽ ടു ഇതിന്റെ ഡിവൈഡ് ബൈ 4 വരുമ്പോൾ 7.5 മീറ്റർ ഒക്കെയാണ് വരുള്ളൂ. ഓക്കെ, അത് നമുക്ക് എന്താണ്? പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു ഹൈറ്റ് ആണ്. അപ്പൊ ഫസ്റ്റത്തെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ നീഡ് ഫോർ മോഡുലേഷൻ. നീഡ് ഫോർ മോഡുലേഷൻ, എന്താണ് മോഡുലേഷന്റെ ആവശ്യകത? ഫസ്റ്റ് അതാണ് കണ്ടീഷൻ പറയുന്നത്. എന്താണ്? ട്രാൻസ്മിറ്റിംഗ് ആന്റിനയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വേവ് ലെങ്ത് ഓഫ് ദ സിഗ്നൽ ടു ബി ട്രാൻസ്മിറ്റഡ്. ഓക്കെ, അപ്പൊ നമ്മളൊരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ആണ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതെങ്കിൽ എന്താണ്? അതിന്റെ ലാംഡ എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. അതായത് അതിന്റെ ഹൈറ്റ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ട്രാൻസ്മിറ്റിംഗ് ആന്റിനയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ റേഞ്ചിലൊക്കെ വരും. അപ്പൊ നമുക്ക് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അതേസമയം നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഫ്രീക്വൻസി എന്ന് പറയുന്നത് ലാർജ് ഫ്രീക്വൻസി ആണെങ്കിൽ, ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ നമുക്ക് ട്രാൻസ്മിറ്റിംഗ് ആന്റിനയുടെ ഹൈറ്റ് പോസിബിൾ ആയിട്ടുള്ള ഹൈറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർഫറൻസ്. അതായത് ഇപ്പോ ഒരു ഇതിനകത്ത് കൂടെ നമ്മുടെ 3-4 പ്രോഗ്രാംസ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട കേസുകളാണ്. ഇവിടെ 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ എല്ലാ ഇതും നമുക്കിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇവിടെ റിസീവ് ചെയ്യുന്നു. റിസീവിങ് എൻഡിൽ നമുക്ക് ഇത് റിസീവ് ചെയ്യാൻ നേരത്തും എന്താണ്? ഈ സിഗ്നൽസ് എല്ലാം കൂടെ
എന്ത് ചെയ്യും, നമ്മുടെ വോയിസ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താ, ഏകദേശം എല്ലാം അതേ റേഞ്ചിലാണ് അല്ലേ, എന്താ പറഞ്ഞ 20 to 20 kHz റേഞ്ചിലാണ് വരുന്നത്. ആ സിഗ്നൽസ് പല പല പ്രോഗ്രാംസ് ആയിട്ട് അല്ലെങ്കിൽ ഇതിനകത്ത് കൂടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, ഈ സിഗ്നൽസ് എല്ലാം മിക്സ് ആവും അല്ലേ. ഈ സിഗ്നൽസ് എല്ലാം മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസീവിങ് സെക്ഷനിൽ നമുക്കൊരു പർട്ടിക്കുലർ പ്രോഗ്രാം കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റില്ല. അതേസമയം ഈ ഓരോ ഫ്രീക്വൻസി, ഓരോ പ്രോഗ്രാമിനെയും ഓരോ പർട്ടിക്കുലർ ഫ്രീക്വൻസി വെച്ചിട്ട് ഹൈ ഫ്രീക്വൻസി ആയിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്ത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുവാണെങ്കിൽ ആ പർട്ടിക്കുലർ ഫ്രീക്വൻസീസ് നമുക്ക് ഇവിടെ റിസീവറിൽ കറക്റ്റ് ആയിട്ട് ഡിമോഡുലേറ്റ് ചെയ്ത് കേൾക്കാൻ പറ്റും. അതാണ് രണ്ടാമത്തെ റീസൺ. ഓക്കെ, ഫസ്റ്റ് റീസൺ എന്തായിരുന്നു, ട്രാൻസ്മിറ്റിംഗ് ആന്റിനയുടെ ഹൈറ്റ്. സെക്കൻഡ് റീസൺ ഇന്റർഫറൻസ്. തേർഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, മൾട്ടിപ്ലക്സിംഗ് സിഗ്നൽസ്. അതും ഇന്റർഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏകദേശം ഇത് തന്നെയാണ്. അതായത് സിഗ്നൽസിന് നമുക്ക് മൾട്ടിപ്ലക്സ് ചെയ്യാം. എത്ര സിഗ്നൽസ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കാരിയർ ഫ്രീക്വൻസി മാറ്റി നമുക്ക് സെൻഡ് ചെയ്യാം അല്ലെ. ഇപ്പൊ നമുക്ക് FM-ന്റെ ഒക്കെ പല പല സ്റ്റേഷൻസ് നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ, 91.9, 93.5 അല്ലെ, കൊച്ചി 102.7 മെഗാഹെർട്സ്, ഇതെല്ലാം മെഗാഹെർട്സ് ആണ്. ഇതെല്ലാം പറയുന്നത് എന്താണ്, അതാണ് നമുക്ക് ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇതെന്താണ്, ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ സ്റ്റേഷനും ഓരോ പർട്ടിക്കുലർ സ്റ്റേഷനും നമ്മളൊരു കരിയർ ഫ്രീക്വൻസി അലോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 91.9 എന്ന് പറയുന്ന ആ സ്റ്റേഷന്റെ കരിയർ ഫ്രീക്വൻസിനെയാണ് നമ്മൾ ഈ പർട്ടിക്കുലർ സ്റ്റേഷൻ ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ട്യൂൺ ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് എന്താണ്, ആ പർട്ടിക്കുലർ സ്റ്റേഷൻ കിട്ടുന്നു, ആ കരിയർ ഫ്രീക്വൻസി, അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിന്റെ കരിയർ ഫ്രീക്വൻസിയാണ് പറയുന്നത്. അതാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആ ഓരോ പർട്ടിക്കുലർ സ്റ്റേഷന്റെയും ഫ്രീക്വൻസി വ്യത്യാസമായിരിക്കും. ആ വ്യത്യാസമുള്ള ഫ്രീക്വൻസീസ് എല്ലാം നമുക്ക് സിഗ്നൽ ട്രാൻസ്മിറ്റിംഗ് ആന്റിന വഴി ഓരോ പർട്ടിക്കുലർ സ്റ്റേഷനും ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. നമ്മുടെ റിസീവിംഗ് സ്റ്റേഷനുകളിൽ അല്ലെങ്കിൽ റിസീവിംഗ് സെക്ഷനുകളിൽ ഇരിക്കുന്ന റിസീവർ അതെന്ത് ചെയ്യുന്നു, ഓരോ പർട്ടിക്കുലർ സ്റ്റേഷനും നമ്മൾ ട്യൂൺ ചെയ്യുന്ന അനുസരിച്ചിട്ട് ആ പർട്ടിക്കുലർ സ്റ്റേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ സൂപ്പർ ഇമ്പോസ് ചെയ്താണ് അല്ലെങ്കിൽ മോഡുലേറ്റ് ചെയ്ത് വരുന്ന സിഗ്നൽസിനെ റിസീവിംഗ് സെക്ഷനിൽ എന്ത് ചെയ്യണം, ഡീമോഡുലേഷൻ നടത്തിയാൽ നമുക്ക് കറക്റ്റ് മെസ്സേജ് സിഗ്നൽ കിട്ടും. ഓക്കെ, അപ്പൊ റിസീവിംഗ് സെക്ഷനിൽ നമുക്ക് മോഡുലേഷൻ നടത്തണം. ട്രാൻസ്മിറ്റിംഗ് സെക്ഷനിൽ എന്താണ് ചെയ്യേണ്ടത്, ആ പർട്ടിക്കുലർ സ്റ്റേഷൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ സ്റ്റേഷൻ പ്രോഗ്രാമിനെ മോഡുലേറ്റ് ചെയ്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. മോഡുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ആ പർട്ടിക്കുലർ കരിയർ ഫ്രീക്വൻസി ആയിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ മെസ്സേജിനെ മോഡുലേറ്റ് ചെയ്ത് ഈ കരിയർ സിഗ്നലിന്റെ കൂടെ അയക്കുന്നു, സൂപ്പർ ഇമ്പോസ് ചെയ്ത് അയക്കുന്നു. അപ്പൊ തിരിച്ച് നമുക്ക് ഈ മെസ്സേജ് സിഗ്നൽ കിട്ടണമെങ്കിൽ റിസീവിംഗ് സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, റിസീവിംഗ് സെക്ഷനിൽ ഡീമോഡുലേഷൻ നടത്തിയാലാണ് നമുക്ക് കറക്റ്റ് ചെയ്ത പ്രോഗ്രാം, അവിടെ നിന്ന് സെൻഡ് ചെയ്ത ആ പ്രോഗ്രാം നമുക്ക് റിസീവറിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ദിസ് ഈസ് ദ നീഡ് ഫോർ മോഡുലേഷൻ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പഠിച്ചു. ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ പർട്ടിക്കുലർ സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഓരോ സ്ഥലത്തു നിന്നും സെൻഡ് ചെയ്യുന്ന പ്രോഗ്രാംസ് നമുക്ക് വേറൊരു സ്ഥലത്ത് കിട്ടണമെങ്കിൽ ആ പ്രോഗ്രാംസിന് ലോ ഫ്രീക്വൻസി സിഗ്നൽസ് ആയതുകൊണ്ട് കുറെ ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് മോഡുലേഷൻ. ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നലുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് എ നീഡ് ഫോർ മോഡുലേഷൻ, അതാണ് നമ്മൾ പിന്നെ പഠിച്ചത്. നീഡ് ഫോർ മോഡുലേഷൻ, അതിന്റെ 3 കാര്യങ്ങളാണ് നമുക്ക് പോയിന്റ്സ് എഴുതാനുള്ളത്. എന്തൊക്കെയാണ് നീഡ് ഫോർ മോഡുലേഷൻ? ഒന്നാമത്തെ, ഹൈറ്റ് ഓഫ് ദി ട്രാൻസ്മിറ്റിംഗ് ആന്റിന. ഹൈറ്റ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ആന്റിന, അതിന്റെ പോയിന്റ് നമ്മൾ എഴുതുമ്പോൾ പറയേണ്ടത് എന്താണ്, ട്രാൻസ്മിറ്റിംഗ് ആന്റിനയുടെ ഹൈറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വേവ് ലെങ്ത് ഓഫ് ദ സിഗ്നൽ ട്രാൻസ്മിറ്റഡ്. അപ്പോൾ ആ ഫ്രീക്വൻസി കുറയും തോറും വേവ് ലെങ്ത് കൂടുതലായിരിക്കും, ഫ്രീക്വൻസി കൂടുന്തോറും വേവ് ലെങ്ത് കുറയും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ട്രാൻസ്മിറ്റിംഗ് ആന്റിന നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഹൈറ്റിലുള്ള ട്രാൻസ്മിറ്റിംഗ് ആന്റിന പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് ഇന്റർഫറൻസ് ആണ്. ഇന്റർഫറൻസ് അതായത് സിഗ്നൽസ് എല്ലാം ഒരേ ഇതുപോലെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സിഗ്നൽസ് തമ്മിലും ഇന്റർഫിയർ ചെയ്ത് പ്രോഗ്രാം കറക്റ്റ് ആയിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റില്ല. തേർഡ് വൺ, സിഗ്നൽ മൾട്ടിപ്ലക്സിംഗ്. മൾട്ടിപ്ലക്സിംഗ് അതായത് ഈ കരിയർ ഫ്രീക്വൻസി ഓരോ പ്രോഗ്രാമിന്റെയും അല്ലെങ്കിൽ ഓരോ സ്റ്റേഷനും
നമുക്ക് എന്താ ഓരോ പർട്ടിക്കുലർ കരിയർ ഫ്രീക്വൻസി കൊടുത്ത് അതിനെ മൾട്ടിപ്ലക്സ് ചെയ്തിട്ട്, അതായത് സൂപ്പർ ഇമ്പോസ് ചെയ്ത് ഓരോ പർട്ടിക്കുലർ സ്റ്റേഷനെ ഒരേ ഇതിനകത്ത് കൂടെ തന്നെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് നീഡ് ഫോർ മോഡുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ.